വഖഫ് ബോർഡിന്റെ പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. അത് അദ്ദേഹത്തിന് അത് കേട്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ആരാണ് ആ സംഘപരിവാർ അജണ്ടയ്ക്ക് കൊടപിടിക്കുന്നത്, കലാപം, മറ്റു പ്രശ്നങ്ങളെന്നൊക്കെ പറയുന്നത്. ഇവിടെ ഒരു പാർട്ടിയുടെ, ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു വ്യക്തിയുടെ ഒരു ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായ മാർഗങ്ങളിലൂടെ, കോടതികളിലൂടെ കയറിയിറങ്ങി അതിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങളാണോ അങ്ങനെയാണ് നേരിടേണ്ടത്? അതിന് ആ രീതിക്ക് നേരിടേണ്ടതല്ലേ? അത് ഇത്തരത്തിൽ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക്കിനോട് തുറന്നു പറയാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഇങ്ങനെ മുനമ്പം കൂടി ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം വഖഫ് ബോർഡിലേക്ക്. ഞാൻ ഒരു ആഡ് ചെയ്ത് ചോദിക്കുന്നത്, അതിനുശേഷം മാധ്യമങ്ങളിൽ വാർത്തകൾ ദീപിക പത്രം എഡിറ്റോറിയൽ അതിൽ നിലവിലെ സർക്കാർ, അത് പുതുതായി അധികാരത്തിലിട്ട സർക്കാരിനെ അവർ കുറ്റപ്പെടുത്തുന്നു. BJP സമാനമായി മുഖ്യമന്ത്രിയെയും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. അവർ അധികാരത്തിലേക്ക്, മുസ്ലിം ലീഗിന്റെ സ്വാധീനമുള്ള ഒരു സർക്കാർ അധികാരത്തിലേക്ക് ഉടൻ തന്നെ ഇങ്ങനെ മുനമ്പം ഭൂമി ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം. ആ സമയത്ത് ഇവർ ദേശാഭിമാനി പത്രത്തിൽ ഇന്നലെ ഫസ്റ്റ് പേജിൽ ഉമീദ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്തു, മുനമ്പത്ത് ആശങ്ക വർദ്ധിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത വരുന്നു. അതായത് അതിന്റെ ഒരു മുന നീളുന്നത് നിലവിലെ സർക്കാരിനെതിരെയാണ്. അപ്പൊ നിലവിലെ സർക്കാർ അറിയാതെ അവർക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ഒരു നടപടികളുടെ അവർ സംശയ ദൃഷ്ടിയിലേക്ക് വരുമ്പോൾ അത് ദൂരീകരിക്കാൻ വഖഫ് ബോർഡോ താങ്കളോ മുൻകൈ എടുത്തു വന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ശേഷമാണ് താങ്കൾ ഇപ്പോൾ ഈ പ്രതികരണത്തിൽ വരുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ഒളിച്ചുകളി എന്നുള്ള ഒരു സംശയം ഉയരുന്നത്? മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രു എന്നാണ് പറയുക. സത്യത്തില് ഇവിടെ 100% വഖഫ് പ്രോപ്പർട്ടീസും ഉമീദ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ ഒരാഴ്ച 2 ആഴ്ച മുമ്പേ എൻ്റെ ഫേസ്ബുക്കിലടക്കം ഇട്ടിരുന്നു, വാർത്താക്കുറിപ്പും കൊടുത്തിരുന്നു. പല പത്രങ്ങളിലും അത് വാർത്തയും വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇവിടെ ഉണ്ട് ചാനൽ, അത് അറിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എന്നോട് നേരിട്ട് ചോദിച്ചു, അത് മുനമ്പം അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 100% പെട്ടു എന്ന് പറഞ്ഞു. അപ്പം 100% മുനമ്പം അതിൽ വഖഫല്ലേ വെച്ചു. മുനമ്പം വഖഫാണ്, അതുകൊണ്ട് 100% പെട്ടു, അതിൽ മുനമ്പം പെട്ടു എന്ന് എത്രയോ മുമ്പ് മുഖ്യമന്ത്രി ഇന്നലെ പറയുന്നു, മിനിഞ്ഞാന്നാ പറയുന്നിട്ട് വഖഫ് ബോർഡ് ചെയർമാൻ KS മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ആരോപണത്തെ അടക്കം മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് തള്ളുകയാണ് വഖഫ് ബോർഡ്.